ഹലോ എവ്രി വൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫുഡ് പോയ്സണിങ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്കറിയാലേ, ഫുഡ് പോയ്സണിങ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതും നമ്മൾ എല്ലാവരും അഭിമുഖീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഫുഡ് പോയ്സണിങ് നോക്കാം. ഓക്കെ, എന്തായിരിക്കാം ഈ ഫുഡ് പോയ്സണിങ്? അക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. നമുക്കിപ്പോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരേ ഫുഡ് കഴിച്ച കുറെ പേർക്ക് കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നമ്മളെ വയറ്റിൽ നിന്ന് പോകുന്ന ബുദ്ധിമുട്ടും പിന്നെ ഛർദിലും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലെ. അപ്പൊ ഇത് ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഇൻജെക്ഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് contaminated with either living bacteria or their toxins or inorganic chemical substances and poisons derived from plants and animals. ആദ്യം നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാല്? ഫുഡ് പോയ്സണിങ് അപ്പൊ ഒരു ഭക്ഷണത്തിലൂടെ എന്തോ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് സംഭവിച്ചത്? നമുക്ക് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് സംഭവിച്ചു. നമ്മൾ മുന്നേ പഠിച്ചതാണ്, അനാറ്റമി എല്ലാം പഠിച്ചപ്പോ എന്താണ് ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. നമുക്കറിയാം ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ. അപ്പൊ ഗ്യാസ്ട്രോ എൻറ്ററോ, ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക്, എൻട്രോ എന്ന് പറഞ്ഞാൽ ഇൻറ്റെസ്റ്റൈൻ. അപ്പൊ ഇൻഫ്ലമേഷൻ ഉണ്ടായല്ലേ, ഒരു നീരുവീഴ്ച നമ്മുടെ സ്റ്റൊമക്കിലും നമ്മുടെ ഇൻറ്റെസ്റ്റൈനിലും ഒക്കെ. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റെസ്റ്റൈൻ, അത് അക്യൂട്ട് ആയിട്ട് ഉണ്ടായി. അതിന് കാരണം എന്താണ്? നമ്മൾ കഴിച്ച എന്തോ ഒരു ഭക്ഷണമോ അല്ലോ നമ്മൾ കുടിച്ച എന്തോ വെള്ളത്തിലൂടെയാ, നമ്മുടെ ഉള്ളിലെത്തിയ ഫുഡ് ഓർ ഡ്രിങ്കിലൂടെയാണ് ഇത് സംഭവിച്ചത്. ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടായത്. അപ്പൊ കാരണം ഈ ഭക്ഷണത്തില് അല്ലെങ്കിൽ ഈ നമ്മൾ കുടിച്ച വെള്ളത്തിൽ എന്തുണ്ടായിരുന്നു? അത് കണ്ടാമിനേറ്റഡ് ആയിരുന്നു അല്ലെ. ആ ഭക്ഷണത്തില് ചിലപ്പോ ലിവിങ് ബാക്ടീരിയ, ആ ഭക്ഷണത്തില് ബാക്ടീരിയ അടങ്ങിയിരിക്കാം. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലോ കുടിച്ച വെള്ളത്തിലോ ബാക്ടീരിയയുടെ അംശം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിന്റെ ടോക്സിനുകൾ ഉണ്ടാകാം. ചില ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിനുകൾ ഉണ്ട്. ചില ബാക്ടീരിയ ഒക്കെ നിറയെ ടോക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ടോക്സിനുകൾ അടങ്ങിയിരിക്കാം. ഓർ ഇനോർഗാനിക് കെമിക്കൽ സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെ ഉള്ളതും അല്ലാത്തതുമായ ഇനോർഗാനിക് കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിരിക്കാം. അല്ലെങ്കിൽ പോയിസണുകൾ ആകാം, പ്ലാന്റും ആനിമലിൽ നിന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എന്ത് റീസണും ആകാം അല്ലെ. ഒന്നുകിൽ ലിവിങ് ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിൻ ആകാം, അല്ലെങ്കിൽ കെമിക്കൽ ആകാം അല്ലെ, ഏതെങ്കിലും ഒക്കെ കെമിക്കൽ ആകാം. അല്ലെങ്കിൽ എന്താണ് ഈ പ്ലാന്റോ ആനിമലോ ഒക്കെ അവിടെ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത എന്താണ് പോയിസണുകളാകാം. ഇങ്ങനെ 4 കാരണങ്ങൾ കൊണ്ടാകാം. അപ്പൊ നമ്മൾ ഫുഡ് പോയ്സണിങ് എന്താണെന്നാണ് പഠിച്ചത്. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാവും അല്ലെ. അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്? ഡ്യൂ ടു ദ ഇൻജെക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. നമ്മൾ ഏതോ ഫുഡോ ഡ്രിങ്കോ കഴിച്ചാൽ അത് കണ്ടാമിനേറ്റഡ് ആയിരുന്നു. എന്തെല്ലാം വഴി കണ്ടാമിനേറ്റഡ് ആകാം? ഒന്നുകിൽ അതിൽ ലിവിങ് ബാക്ടീരിയ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിനുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ വല്ല കെമിക്കൽ സബ്സ്റ്റൻസസ്, ഇനോർഗാനിക് കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ പോയിസൺസ്, പ്ലാന്റിൽ നിന്നും ആനിമലിൽ നിന്നും എല്ലാം ഉള്ള പോയിസണുകൾ അടങ്ങിയിരിക്കാം. ഇതെല്ലാം കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. എന്ത് ബുദ്ധിമുട്ടാ? അപ്പൊ വയറിനും ഇൻറ്റെസ്റ്റൈനിലും എല്ലാം നീർവീഴ്ച, ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലെയൊക്കെ ഉണ്ടായി നമുക്ക് കുറെ സിംറ്റംസ് അല്ലെ, ഡയറിയയും വോമിറ്റിങ്ങും അങ്ങനെ കുറെ സിംറ്റംസ് നമുക്ക് കാണും. ഇതിനെയാണ് നമ്മൾ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ആദ്യം പഠിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഫുഡ് പോയ്സണിങ് എന്താ നമ്മൾ പഠിച്ചു. അതിന്റെ ഡെഫിനിഷൻ: അക്യൂട്ട് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് caused by the ingestion of food and drink contaminated either by living bacteria or their toxins, അല്ലെങ്കിൽ എന്താ inorganic chemical substance, അല്ലെങ്കിൽ poisons derived from plants and animals. ക്ലിയർ ആണല്ലോ? ഇനി ഇത് എന്തെല്ലാം രീതിയിലാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. നമുക്ക് ഫുഡ് പോയ്സണിങ് ആണെന്ന് എങ്ങനെ മനസ്സിലാകും? ഇപ്പൊ എല്ലാവർക്കും കുറെ ബുദ്ധിമുട്ടുകൾ, പക്ഷെ അവരെല്ലാരും ഒരു ഫുഡ് കോമൺ ആയിട്ട് കഴിച്ചു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു ഫുഡ് വാങ്ങിച്ച് കഴിച്ച് എല്ലാവർക്കും ചിലപ്പോൾ വയറ്റിന്ന് ബുദ്ധിമുട്ടും എന്താണ് വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിന്ന് വെച്ചു. അപ്പൊ പിന്നെ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിരുന്നു. അങ്ങനെ ഹിസ്റ്ററി ഓഫ് എ ഇൻജെക്ഷൻ ഓഫ് എ കോമൺ ഫുഡ്. അപ്പൊ ഒരു കോമൺ ഫുഡ് കഴിച്ചത് വഴി എല്ലാവർക്കും ഒരുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അല്ലെങ്കിൽ അറ്റാക്ക് ഓഫ് മെനി പേഴ്സൺസ് അറ്റ് ദ സെയിം ടൈം, കുറെ പേർക്ക്, ഇപ്പൊ ഒരാൾക്ക് മാത്രമല്ല, ആ ഒരു ഫുഡ് കഴിച്ച എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അപ്പൊ നമുക്കത് ഫുഡ് പോയ്സണിങ് ആയിരിക്കാം. അറ്റാക്ക് ഓഫ്
മെനി പേഴ്സൺസ് അല്ലെ, കുറെ പേർക്ക് ഒരേ സമയത്തുണ്ടായി. പിന്നെ എന്താണ്, ഈ കുറെ പേർക്ക് അസുഖങ്ങൾ ഉണ്ടായി, അതിലെല്ലാവരും ഒരുപോലത്തെ രീതിയിലാണ് എല്ലാവരുടെയും ലക്ഷണങ്ങളും. സിമിലാരിറ്റി ഇൻ ദ സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് പോയ്സണിംഗ് മനസ്സിലാവുന്ന. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരേ ഫുഡ് എവിടെന്നെങ്കിലും വാങ്ങി കഴിച്ചിട്ട് കുറെ പേർക്ക് ഒരുമിച്ച് ഒരുപോലെയുള്ള സിംറ്റംസ് ഉണ്ടായി. അതാണ് അല്ലെ ഒരു കോമൺ ഫുഡ്, ഏതോ ഒരു കോമൺ ഫുഡ് ഓർ ഡ്രിങ്ക് ആണ് അവരുടെ ഉള്ളിൽ എത്തിയിരിക്കുന്നത്. കുറെ പേർക്ക് ഒരുമിച്ചുണ്ടായി, അതും ഒരുപോലെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായി. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നാം, ഇത് ചിലപ്പോൾ ഫുഡ് പോയ്സണിങ് ആയിരിക്കാം എന്നല്ലേ. അപ്പൊ ഇതൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്. ഹിസ്റ്ററി ഓഫ് ഇൻജക്ഷൻ ഓഫ് എ കോമൺ ഫുഡ്, അറ്റാക്ക് ഓഫ് മെനി പേഴ്സൺസ് അറ്റ് ദ സെയിം ടൈം ആൻഡ് സിമിലാരിറ്റി ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ്, നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ഉണ്ട്, പിന്നെ എന്താണ്, നോൺ ബാക്ടീരിയൽ ഉണ്ട്. എന്താണ്? അപ്പൊ ബാക്ടീരിയ വഴി ഉണ്ടാകുന്നതിനെ ബാക്ടീരിയൽ എന്നും അല്ലാത്തതിനെ നോൺ ബാക്ടീരിയൽ എന്നും പറയുന്നു. അപ്പൊ നമ്മൾ ഫുഡ് പോയ്സണിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ എന്താണ്? ആദ്യം നമുക്ക് ബാക്ടീരിയ അല്ലാത്ത നോൺ ബാക്ടീരിയൽ നോക്കാം. ബാക്ടീരിയ വഴിയുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നോൺ ബാക്ടീരിയൽ എന്തൊക്കെയാന്ന് നോക്കിയേ. ചിലപ്പോ ഇല്ലേ വല്ല കെമിക്കൽസ്, അതായത് ആഴ്സനിക്, അല്ലെങ്കിൽ ചില പ്ലാന്റ് ആൻഡ് സീ ഫുഡ്, ഇങ്ങനെയൊക്കെ വഴി ഉണ്ടാവുന്നതാണ് നോൺ ബാക്ടീരിയൽ ഫുഡ് പോയ്സണിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ചില കെമിക്കൽസ് വഴി കേട്ടോ, ആഴ്സനിക് പോലെയുള്ള കെമിക്കൽസ് വഴി, അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് സീ ഫുഡ് വഴിയൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര കൺസേൺ ആണ്. ചില ഈ ഫുഡ് പോയ്സണിങ് ഒക്കെ നമ്മള് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, കാഡ്മിയം, മെർക്കുറി, ഇതിലൂടെയൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം നോൺ ബാക്ടീരിയൽ ആണ് അല്ലെ. ബാക്ടീരിയ ഒഴികെ ഉള്ളത്, അതിൽ ഏതൊക്കെ എക്സാമ്പിൾ വരുന്നത്? ആഴ്സനിക്, പ്ലാന്റ് ഫുഡ്, സീ ഫുഡ്, പിന്നെ എന്താണ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസ്, ഇതെല്ലാം ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർന്നിട്ട് നമുക്ക് ഉണ്ടാവാം. അപ്പൊ എന്താണ്? നോൺ ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ്. അപ്പൊ നമ്മൾ ഫുഡ് പോയ്സണിങ് എന്താന്ന് അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ അതിന്റെ രണ്ട് ടൈപ്പ്, ബാക്ടീരിയൽ ഉണ്ട്, നോൺ ബാക്ടീരിയൽ ഉണ്ട്. നോൺ ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്നുകിൽ വല്ല കെമിക്കൽസ് അല്ലെ, ആഴ്സനിക്, പിന്നെ എന്താണ്, പ്ലാന്റ് ഫുഡ്, സീ ഫുഡ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, കാഡ്മിയം, മെർക്കുറി. അപ്പൊ ഇതെല്ലാം കേട്ടാൽ നമുക്കറിയാം നോൺ ബാക്ടീരിയൽ എന്ന് നമുക്കറിയാം. ഓക്കെ ആണോ? ഇനി അടുത്തത് ബാക്ടീരിയൽ. ബാക്ടീരിയൽ എന്തായിരിക്കും? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ ലിവിങ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ടോക്സിനുകളാൽ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് എന്താണ്? ലിവിങ് ബാക്ടീരിയ അല്ലെങ്കിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ വഴി നമ്മൾ കഴിക്കുന്ന ഫുഡും വാട്ടറും കണ്ടാമിനേറ്റഡ് ആയിരിക്കും. The conventional classification of bacterial food poisoning into toxic and infective types is becoming increasingly blurred with the knowledge that in some types both multiplication and toxin production are involved. അപ്പൊ നമ്മൾ മുന്നേ എന്താണ്, അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറെ ടൈപ്പ് ആയിട്ട് ഇപ്പൊ ക്ലാസിഫൈ ചെയ്യുന്നു. മുന്നേ വിചാരിച്ചിരുന്നത് ടോക്സിക്കും ഇൻഫെക്റ്റീവ് ടൈപ്പ് എന്നായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കാരണം രണ്ടും ഉണ്ടാവുന്നുണ്ട് അല്ലെ. ചിലടത്ത് മൾട്ടിപ്ലിക്കേഷനും ടോക്സിൻ പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മുന്നത്തെ ക്ലാസിഫിക്കേഷൻ അല്ല, ഇപ്പൊ നമ്മൾ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ വേറെ രീതിയിൽ, നമുക്ക് സാൽമണല്ല ടൈപ്പ് ഉണ്ട്, സ്റ്റെഫൈലോകോക്കൽ ഉണ്ട്, ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ് ഉണ്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ബാക്ടീരിയൽ പോയ്സണിങ് പഠിക്കുന്നുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ഫുഡ് പോയ്സണിങ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, അതെങ്ങനെയൊക്കെയാ നമുക്ക് മനസ്സിലാകുക അല്ലെ, ഒരു ഫുഡ് പോയ്സണിങ് ആണ് എങ്ങനെയാ മനസ്സിലാവുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ രണ്ട് ടൈപ്പ്, ബാക്ടീരിയൽ പറഞ്ഞു, പിന്നെ നോൺ ബാക്ടീരിയൽ പറഞ്ഞു. നോൺ ബാക്ടീരിയൽ നമ്മൾ പല കെമിക്കൽസിലൂടെ, ആഴ്സനിക്, കാഡ്മിയം, മെർക്കുറി, പിന്നെ പ്ലാന്റ്, സീ ഫുഡ്, അങ്ങനെ പലതരത്തിലൂടെ ആയിരിക്കും അല്ലെ. പിന്നെ ബാക്ടീരിയയിലൂടെ വരുന്നത് അതൊന്നുകിൽ ലിവിങ് ബാക്ടീരിയ, അത് രണ്ടും നോക്കി വെക്കണേ. ഒന്നുകിൽ ലിവിങ് ബാക്ടീരിയ, നോട്ട് ചെയ്ത് വെക്കണേ. ഒന്നുകിൽ ലിവിങ് ബാക്ടീരിയ വഴിയായിരിക്കും, അല്ലെങ്കിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ വഴിയായിരിക്കും. ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ഒന്നുകിൽ ലിവിങ് ബാക്ടീരിയയിലൂടെ അല്ലെങ്കിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയയിലൂടെ ആയിരിക്കും എന്തുണ്ടാവുന്നത്, നമ്മുടെ ഈ ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവുന്നത്. അടുത്തത് അതിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സാൽമോണല്ല ഫുഡ് പോയ്സണിങ്. ഓക്കെ, ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏതാണ്? സാൽമോണല്ല. ഓക്കെ, അപ്പൊ സാൽമോണല്ല ഫുഡ് പോയ്സണിങ് അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കേട്ടോ, ചോദിക്കാം. ആൻഡ് എക്സ്ട്രീംലി കോമൺ ഫോം ഓഫ് ഫുഡ് പോയ്സണിങ്, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? സാൽമോണല്ല ഫുഡ് പോയ്സണിങ് ആണ്.
ഓക്കെ, അതിൽ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ കൂടുന്നതെന്ന് ഒരു 5 റീസൺസ് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് കുറേ ആയിട്ട് ഈ സാൽമണല്ല ഫുഡ് പോയ്സണിങ് ആണ് ഏറ്റവും കോമൺ ആയി വരുന്നത്. അത് എന്തുകൊണ്ടാ? ഇപ്പൊ നമുക്ക് ഫുഡ് പോയ്സണിങ് വളരെ കൂടുതലാണ് അല്ലെ നമ്മുടെ നാട്ടില്. കാരണം നമ്മൾ കൂടുതലും ഹോം മെയ്ഡ് ഫുഡിനേക്കാളും നമ്മൾ കൂടുതൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡും ഹോട്ടൽ ഫുഡിനെയും ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫുഡ് പോയ്സണിങ്ങിന്റെ റേറ്റ് ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിപ്പോ 5 റീസൺസ് പറയുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഈ സാൽമണല്ല പോയ്സണിങ് ഇപ്പൊ കൂടുന്നത്. നമുക്ക് ഓരോ റീസൺ ആയിട്ട് നോക്കാം. ഇൻക്രീസ് ഇൻ കമ്മ്യൂണിറ്റി ഫീഡിങ് അല്ലെ, ഇൻക്രീസ് ഇൻ കമ്മ്യൂണിറ്റി ഫീഡിങ്. പിന്നെ നമ്മൾ ഈ ഫുഡൊക്കെ ട്രേഡ് ചെയ്യുന്നില്ല, നമ്മുടെ ഫുഡ് പലയിടത്തോട്ടും ഇപ്പൊ കയറ്റി അയക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തോട്ടും ഒക്കെ നമ്മൾ ഇത് ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ നമ്മുടെ സാൽമണല്ല നമ്മൾ പറഞ്ഞു കൂടുതലും ആനിമൽസിൽ നിന്ന് വരുന്ന അസുഖമാണ് അല്ലെ, അത് സൂണോസിസ് ആണ്. അപ്പൊ എന്താണ്, കൂടുതൽ ഫാം ആനിമൽസിലൊക്കെ ഈ സാൽമണലോസിസ് ഉണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ ഫുഡ് പോയ്സണിങ് കൂടുതൽ ഉണ്ടാവുന്നു. കാരണം ഫാം ആനിമൽസിൽ ഈ സാൽമണലോസിസ് കൂടുതലായിട്ട് കാണുന്നു. പിന്നെന്താണ്, widespread use of household detergents interfering with the sewage treatment. ഓക്കെ, അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൂടുതലും ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ ഫുഡ് പോയ്സണിങ് വരുന്നുണ്ട്. വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ്. ഇപ്പൊ നമുക്കിങ്ങനെ ഹോം മെയ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അവൈലബിൾ ആണ് അല്ലെ, ഇങ്ങനെ പ്രിപ്പയർഡ് ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കുറെ നേരം ഇരുന്ന് അത് കേടായിട്ട് നമ്മൾ കഴിക്കുമ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡുകൾ. അപ്പൊ ഒന്ന് കമ്മ്യൂണിറ്റി ഫീഡിങ്, അതിന്റെ ഇൻക്രീസ്, നമ്മൾ നിറയെ ഫുഡ് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഫാം ആനിമൽസിലെല്ലാം കൂടുതൽ സാൽമണലോസിസ് കാണുന്നുണ്ട് ഇപ്പോൾ. പിന്നെ എന്താ, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസ് ഇന്റർഫിയറിംഗ് വിത്ത് സീവേജ് ട്രീറ്റ്മെന്റ്, വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ്. നമ്മൾ ഫുഡ് പോയ്സണിങ് ആണ് പറയുന്നത്. അതിൽ തന്നെ എക്സ്ട്രീംലി കോമൺ ആയിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്ട്രീംലി കോമൺ ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? സാൽമണല്ല ഫുഡ് പോയ്സണിങ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫുഡ് പോയ്സണിങ് ചോദിച്ചതാണ് സാൽമണല്ല ഫുഡ് പോയ്സണിങ്. അതെന്തുകൊണ്ടാണ് ഇപ്പൊ കൂടുതലാണെന്നും നമ്മൾ കണ്ടു. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഓർഗാനിസം നോക്കിയേ, ആരായിരിക്കും ഏജന്റ് എന്ന് നോക്കിയേ. ആരാണ്? സാൽമണല്ല ഫുഡ് പോയ്സണിങ് ആണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ദ സ്പീഷീസ് മോസ്റ്റ് കോമൺ ഇൻവോൾവ് ഇൻ ദ ഔട്ട്ബ്രേക്സ് ആരാണ്? സാൽമണല്ല ടൈഫിനൂറിയം, സാൽമണല്ല കോളറ സുയിസ്, സാൽമണല്ല എന്ററൈറ്റിഡിസ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഓർഗാനിസം ആണ്. അപ്പൊ സാൽമണല്ല ഫുഡ് പോയ്സണിങ് ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കുന്ന ഏജന്റ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കൂ. ഏതൊക്കെയാണ്? സാൽമണല്ല ടൈഫിനൂറിയം. ആരൊക്കെയാണ്? സാൽമിനൊള്ള ടൈഫിനൂറിയം. പിന്നെ സാൽമണല്ല കോളറാസുയിസ്, പിന്നെ സാൽമണല്ല എന്ററൈറ്റിഡിസ്. നോട്ട് ചെയ്ത് വെക്കണേ. ഈ ഓർഗാനിസംസ് എല്ലാം എന്തുണ്ടാക്കുന്നുണ്ട്? സാൽമണല്ല ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നുണ്ട്. സാൽമണല്ല ഫുഡ് പോയ്സണിങ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫുഡ് പോയ്സണിങ്. അത് ഉണ്ടാക്കുന്ന ഓർഗാനിസവും നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ടൈഫിനൂറിയം, സാൽമണല്ല ടൈഫിനൂറിയം, സാൽമിനൊള്ള കോളറാസുയിസ്, സാൽമണല്ല എന്ററൈറ്റിഡിസ്. അപ്പൊ ഈ ഓർഗാനിസമുകളാണ് കൂടുതലും സാൽമണല്ല ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സോഴ്സ് എന്താന്ന് നോക്കിയേ. നമ്മൾ പറഞ്ഞല്ലേ ഇതൊരു സൂണോട്ടിക് ആനിമൽ ആന്ന് പറഞ്ഞല്ലേ. സാൽമണലോസിസ് ഉണ്ടാവുന്നത് ആരിലാണ്? മൃഗങ്ങളിലാണ്. അവരിൽ നിന്നാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ മാൻ ഗെറ്റ്സ് ഇൻഫെക്ഷൻ ഫ്രം ഫാം ആനിമൽസ് ആൻഡ് പൗൾട്രി. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ ഫാം ആനിമൽസിൽ നിന്ന് അല്ലെങ്കിൽ പൗൾട്രിയിൽ നിന്നാണ്. എന്ത് വഴി? അവരുടെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റ്, മിൽക്ക് പ്രോഡക്ട്സ്, സോസേജ്, കസ്റ്റേർഡ്, എഗ് പ്രോഡക്ട്സ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ്? ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലെ. അപ്പൊ ആനിമലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം ആനിമലിൽ നിന്ന് മാനിന് കിട്ടുന്ന അസുഖങ്ങൾ നമ്മൾ എന്താ പറയണത്? സൂണോട്ടിക് ഡിസീസ്, സൂണോസിസ് എന്ന് പറയുന്നത് പഠിച്ചല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു അസുഖമാണ് ഈ സാൽമണലോസിസ്. അപ്പൊ ഈ സാൽമണലോസിസ് ഫാം ആനിമൽസിലും പൗൾട്രിയിലും വരുന്നു. പിന്നെ അവരവരുടെ മീറ്റ് കഴിക്കുമ്പോഴോ മിൽക്ക് അല്ലെങ്കിൽ എഗ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ മീറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ, എഗ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ സാൽമണല്ല ഫുഡ് പോയ്സണിങ് ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇതൊരു എന്താണ്? സൂണോട്ടിക് ആണ് അല്ലെ. അപ്പൊ മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യർക്ക് അസുഖം പകരുന്നത്. അപ്പൊ അവരുടെ മീറ്റ്, മിൽക്ക് പ്രോഡക്ട്സ്, അത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സോസേജസ്, കസ്റ്റേർഡ്, എഗ് പ്രോഡക്ട്സ്, ഇതൊക്കെയാണ്. പിന്നെ വേറൊരു സോഴ്സ് ഉണ്ട്, റാറ്റും മൈസ്. കാരണം they are often heavily infected and contaminate foodstuffs by their urine and feces. പിന്നെ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ഹ്യൂമൻ കാരിയേഴ്സും ഉണ്ട്.
നമ്മൾ ഹ്യൂമൻ കാരിയറുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ടെമ്പററി, കുറച്ചു നാള് മാത്രം ഈ രോഗം പകർത്തും. അപ്പൊ ഈ അങ്ങനത്തെ ടെമ്പററി ഹ്യൂമൻ കാരിയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ആനിമൽ പ്രോഡക്ട്സിൽ നിന്ന് അല്ലെ, ആനിമലിൽ നിന്ന് പകരുന്ന അസുഖമാണ്. അപ്പൊ ആനിമലിന്റെ പ്രോഡക്റ്റുകൾ അതെന്താണ്, മിൽക്ക്, മീറ്റ്, പിന്നെ എന്താണ് നമ്മുടെ എഗ് പ്രോഡക്ട്സ് പൗൾട്രിയിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെയാണ് മനുഷ്യനിലേക്ക് പകരുന്നത്. പിന്നെ റാറ്റ്, മൈസ്, ഇതും ഒരു സോഴ്സ് ആണ് കേട്ടോ, റാറ്റ്, മൈസ്. പിന്നെന്താണ്, ടെമ്പററി ആയിട്ടുള്ള ഹ്യൂമൻ കാരിയേഴ്സ് ഉണ്ട്, ടെമ്പററി ആയിട്ടുള്ള ഹ്യൂമൻ കാരിയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ സാൽമണല്ല ഫുഡ് പോയ്സണിങ് എങ്ങനെയൊക്കെ പകരുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അടുത്തതായിട്ട് ഇൻക്യുബേഷൻ പീരീഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്, ഇതിന് കുറച്ച് കൂടുതലാണ് കേട്ടോ, 12 മുതൽ 24 മണിക്കൂർ വരെയാണ്. സാൽമണല്ല ഫുഡ് പോയ്സണിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്, സാൽമണല്ല ഓരോന്നിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പഠിക്കണം. അപ്പൊ സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്, 12 to 24 hours, 12 മുതൽ 24 മണിക്കൂർ വരെ. ഇനി ഇതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഇത് അസുഖം ഉണ്ടാക്കുന്നതെന്ന്. ഈ ഓർഗാനിസം ഇല്ലേ നമ്മളെ സാൽമണല്ല, അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറിലെത്തി, ഇൻഡസ്റ്റൈനിലെത്തി, അവിടെ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു, എന്ററൈറ്റിസും കൊളൈറ്റിസും. എന്ററൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഫ്ലമേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻ, ഇൻഫ്ലമേഷൻ ഓഫ് കോളൺ. അപ്പൊ അതെല്ലാം അവിടെ ഒരു നീർവീഴ്ച പോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക, എന്തൊക്കെയാ സിംറ്റംസ് നോക്കിയേ, ഒരു ഫീവർ, ചില്ല് അല്ലെ, ഒരു പനി, വിറയല്, പിന്നെ എന്താണ് നോസിയ, വൊമിറ്റിംഗ്. ഓക്കെ, ഛർദിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ, നോസിയ ഉണ്ടാവുന്നുണ്ട്, വൊമിറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രൊഫ്യൂസ് വാട്ടറി ഡയറിയ. ഓക്കെ, ഒരു 2-3 ദിവസം നല്ല വാട്ടറി ആയിട്ടുള്ള പ്രൊഫ്യൂസ് ഡയറിയ ഉണ്ടാകും. ആദ്യം എന്താണ്, ഒരു പനി ഉണ്ടാവും, ഫീവർ, ചില്ല്, പനിയും വിറയലും, നോസിയ, വൊമിറ്റിംഗ്, പിന്നെ പ്രൊഫ്യൂസ് വാട്ടറി ഡയറിയ ഒരു 2-3 ദിവസം ഉണ്ടാകും. പിന്നെ മോർട്ടാലിറ്റി, ഇത് വന്ന് മരിച്ചു പോകാനുള്ള സാധ്യത ഒരു 1%. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രോഗം വന്ന് നമ്മൾ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യതയാണ്. മോർട്ടാലിറ്റി എത്രയാണ്, 1% ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ടെമ്പററി കാരിയേഴ്സ് ഉണ്ട്, അത് കൂടാതെ കൺവാലസെന്റ് കാരിയർ ഉണ്ട് കേട്ടോ. കൺവാലസെന്റ് കാരിയർ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, നമ്മൾ കാരിയറുകൾ പഠിച്ചപ്പോ പറഞ്ഞിരുന്നു. കാരിയേഴ്സ് നമ്മൾ ഇൻക്യുബേറ്ററി കാരിയർ ഉണ്ട്, കൺവാലസെന്റ് കാരിയർ ഉണ്ട്, ഹെൽത്തി കാരിയർ ഉണ്ടെന്നൊക്കെ അല്ലെ. ഇൻക്യുബേറ്ററി കാരിയർ എന്ന് വെച്ചാൽ ഇൻക്യുബേഷൻ പീരീഡിന്റെ സമയത്തായിരിക്കും അവര് ഈ രോഗം പകർത്തുന്നത്. കൺവാലസെന്റ് കാരിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് റിക്കവറി, അവർക്കിപ്പം അസുഖം വന്നു, അവർ റിക്കവറി ആയി, എന്നിട്ടും അവർ ചിലപ്പോൾ അസുഖം സ്പ്രെഡ് ചെയ്യും. അത് അവരുടെ ഈ റിക്കവറി കഴിഞ്ഞിട്ടും കൺവാലസൻസിന്റെ സമയത്തും അവര് രോഗം സ്പ്രെഡ് ചെയ്യും. അതിനെയാണ് കൺവാലസെന്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻക്യുബേറ്ററി ഉണ്ട്, കൺവാലസെന്റ് ഉണ്ട്, ഹെൽത്തി ഉണ്ട്. ഹെൽത്തി എന്തായിരുന്നു, അവർ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിൽ അവരുടെ ബോഡിയുടെ ഉള്ളിൽ ഓർഗാനിസം കാണും, പക്ഷെ അവർക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും കാണില്ല. പക്ഷെ അവർ ഈ ഓർഗാനിസം ഷെഡ് ചെയ്യുകയും രോഗം പകർത്തുകയും ചെയ്യും അല്ലെ. നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇവിടെയും ഏതൊക്കെ കാരിയറുകൾ ഉണ്ടാകാം ഫുഡ് പോയ്സണിങ്ങില്, കൺവാലസെന്റ് കാരിയർ. അതാണെങ്കിൽ എന്താണ്, രോഗം മാറിയതിനു ശേഷം, അപ്പൊ അവർക്ക് ശരിക്കും ക്ലിനിക്കൽ റിക്കവറി ഉണ്ടാവും ഈ കൺവാലസെന്റ് കാരിയർ. പക്ഷേ ബാക്ടീരിയോളജിക്കൽ റിക്കവറി ഉണ്ടാവോ, ഇല്ല. അവരുടെയൊക്കെ അസുഖം വന്നു, ലക്ഷണങ്ങളൊക്കെ മാറി, പക്ഷെ അവരുടെ ഉള്ളിൽ അപ്പോഴും ബാക്ടീരിയ ഉണ്ട്, അവരപ്പോഴും മറ്റുള്ളവർക്ക് അസുഖം കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കൺവാലസെന്റ് കാരിയർ നമുക്കറിയാം, അവർ കുറച്ചുകൂടെ നാള് കൊടുക്കുമല്ലേ അസുഖം. കൺവാലസെന്റ് കാരിയർ ആണെങ്കിൽ കുറെ ആഴ്ചകൾ വരെ അവര് കാരിയർ സ്റ്റേറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ ടെമ്പററി കാരിയർ പറഞ്ഞു, കൺവാലസെന്റ് കാരിയർ പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്, ഫുഡ് പോയ്സണിങ്ങില് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സാൽമണല്ല ഫുഡ് പോയ്സണിങ് ആണ്. അത് ഉണ്ടാക്കുന്ന ഏജന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഏതാണ് സാൽമണല്ല ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറഞ്ഞത്, സാൽമണല്ല ടൈഫിനൂറിയം, സാൽമണല്ല കോളറ സൂയിസ് ആൻഡ് സാൽമണല്ല എന്ററൈറ്റിഡിസ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, അത് എങ്ങനെയാ പകരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സൂണോട്ടിക് ഡിസീസ് ആണ് സാൽമണലോസിസ്. അപ്പം മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക്. അപ്പം മൃഗങ്ങളുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ മിൽക്ക്, മീറ്റ്, പിന്നെ പൗൾട്രിയുടെ എഗ് പ്രോഡക്ട്സ്, ഈ മീറ്റ് പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് വരാം. റാറ്റും മൈസിലൂടെയും വരാം. ടെമ്പററി ഹ്യൂമൻ കാരിയേഴ്സ് ഉണ്ട്, കൺവാലസെന്റ് ഹ്യൂമൻ കാരിയേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് രോഗം വ്യാപിക്കുന്നത്. പിന്നെ നമ്മൾ അതിന്റെ എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ്, 12 മുതൽ 24 മണിക്കൂർ വരെയാണ്. അത് എങ്ങനെയാ അസുഖം വരണേന്ന് നോക്കിയേ. ഈ ഓർഗാനിസം, നമ്മുടെ സാൽമണല്ല എന്ന് പറയുന്ന ഓർഗാനിസം നമ്മുടെ ഉള്ളിൽ കയറി എവിടെ എത്തും, ഇൻഡസ്റ്റൈനിൽ എത്തിയിട്ട് എന്ത് ചെയ്യും,
ഇന്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അക്യൂട്ട് എന്ററൈറ്റിസും കൊളൈറ്റിസും ഉണ്ടാകുന്നു. പിന്നെ എന്തൊക്കെയാണ് സിംറ്റംസ്? ഫീവർ, ചില്ല്, നോസിയ, വൊമിറ്റിംഗ്, പ്രൊഫ്യൂസ് വാട്ടറി ഡയറിയ. അത് വന്ന് എത്ര ദിവസം? ഒരു 2-3 ദിവസം ഉണ്ടാവേ. ഒരു 1%, ഇത് വന്നൊന്നും ആരും മരിച്ചൊന്നും പോകത്തില്ല, 1% മോർട്ടാലിറ്റി ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സാൽമണല്ല ഫുഡ് പോയിസണിങ് പഠിച്ചു കഴിഞ്ഞു. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? സാൽമണല്ല നമ്മൾ ആദ്യം വാട്ട് ഈസ് ഫുഡ് പോയിസണിങ് പറഞ്ഞു. ഫുഡ് പോയിസണിങ് എങ്ങനെയാ, നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. എല്ലാവരും ഒരു സെയിം ഫുഡ് കഴിച്ച ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഒരുപോലത്തെ സിംറ്റംസ് കുറെ പേരിൽ കാണും. അപ്പൊ നമുക്ക് തോന്നാം ഇത് ഫുഡ് പോയിസണിങ് ആയിരിക്കാം അല്ലെ. അത് 2 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ബാക്ടീരിയലും നോൺ ബാക്ടീരിയലും. ബാക്ടീരിയൽ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സാൽമണല്ല ഫുഡ് പോയിസണിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയയിലെ രണ്ടാമത്തതായ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയിസണിങ്. അതും ഇതുപോലെ നമ്മുടെ സാൽമണല്ല പോലെ തന്നെ കോമൺ ആണ് കേട്ടോ, ഈ സ്റ്റഫൈലോകോക്കലും. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഓർഗാനിസം ആരാണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഓർഗാനിസം കുറെ ടോക്സിൻ ഉണ്ടാക്കുവേ. എന്ത് ടോക്സിൻസ് ആണ്? കുറെ എൻഡറോടോക്സിനുകൾ ഉണ്ടാക്കും. എൻഡറോടോക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോക്സിൻ അഫക്റ്റിംഗ് ഇന്റസ്റ്റൈൻ അഫക്ട് ചെയ്യുന്ന കുറെ ടോക്സിനുകൾ ഉണ്ടാക്കും. ഓക്കെ, ഒരു 5 നമ്മൾ അത് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 6ാമത്തതും ഉണ്ടാവും, ഒരു 35 മുതൽ 37 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച്. പക്ഷെ ഈ ടോക്സിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് സ്റ്റേബിൾ ആണ് കേട്ടോ. ഈ ടോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ടോക്സിനുകൾ എന്താണിത്? ഏതാണ്? സ്റ്റഫൈലോകോക്കൽ. ഈ ടോക്സിനുകൾ ഹീറ്റ് സ്റ്റേബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു 1/2 മണിക്കൂർ ചൂടാക്കിയാലൊന്നും ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അത് റിലേറ്റീവ്ലി ഹീറ്റ് സ്റ്റേബിൾ ആണ്. ഒരു 5 ടോക്സിൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 6ാമത്തത് 35 to 37 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? എൻഡറോടോക്സിൻസ്. എന്തുണ്ടാക്കും? ഈ സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ഓർഗാനിസം എൻഡറോടോക്സിൻ ഉണ്ടാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ബാക്ടീരിയൽ ഫുഡ് പോയിസണിങ് ഒന്നുകിൽ ലിവിങ് ബാക്ടീരിയയിലൂടെയോ അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിനിലൂടെയാണ് ഉണ്ടാവുന്നതെന്ന് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയിസണിങ് എത്തിയപ്പം അവിടെ ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്തുണ്ടാക്കി? എൻഡറോടോക്സിൻ ഉണ്ടാക്കി. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാ നോക്കാം കേട്ടോ. ഇത് എവിടുന്നാ കിട്ടുക നമുക്ക് ഈ ഓർഗാനിസം ടോക്സിൻ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഈ ഓർഗാനിസം യുബിക്വിറ്റസ് ഇൻ നേച്ചർ. യുബിക്വിറ്റസ് എന്ന് വെച്ചാൽ സർവൈവ് പല സ്ഥലത്തിലും, ഒരുവിധം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആൻഡ് ആർ ഫൗണ്ട് ഓൺ ദ സ്കിൻ ആൻഡ് ഇൻ ദ നോസ് ആൻഡ് ത്രോട്ട് ഓഫ് മെൻ ആൻഡ് ആനിമൽസ്. സ്കിന്നിലുണ്ട്, നോസിലുണ്ട്, ത്രോട്ടിലുണ്ട്. പിന്നെ ദേ ആർ ദ കോമൺ ഏജന്റ് ഓഫ് ബോയിൽസ് ആൻഡ് പയോജനിക് ഇൻഫെക്ഷൻസ് ഓഫ് മാൻ ആൻഡ് ആനിമൽസ്. ബോയിലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പഴുത്ത കുരുക്കളൊക്കെ ഇല്ലേ, നമ്മള് അങ്ങനത്തെ ബോയിലുകള് അല്ലെങ്കിൽ ഈ പഴുപ്പുള്ള ഇൻഫെക്ഷനുകള്, പയോജനിക് പസ് വരുന്ന ഇൻഫെക്ഷനുകളൊക്കെയാണ്. പയോജനിക് ഇൻഫെക്ഷൻസിലൊക്കെ അതിന്റെയൊക്കെ കാരണം ഈ ആരാണ്? നമ്മുടെ സ്റ്റഫൈലോകോക്കലാണ്. ഇനി കൗ സഫറിംഗ് ഫ്രം മാസ്റ്റൈറ്റിസ് ഹാവ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ദ ഔട്ട്ബ്രേക്സ് ഓഫ് ഫുഡ് പോയിസണിങ് ഇൻവോൾവിംഗ് മിൽക്ക് ആൻഡ്. ഇനി പാലിലൂടെയാണ്, പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിലൂടെ ആണെങ്കിൽ ഇപ്പൊ ചില പശുക്കൾക്ക് മാസ്റ്റൈറ്റിസ് ഉണ്ടാകാം അല്ലെ. അവിടെ നമ്മുടെ അകിടിന്റെ അവിടെ ഒരു നിർവീക്കം പോലെ ഉണ്ടാകാം. മാസ്റ്റൈറ്റിസ് ഉള്ള പശുക്കളിൽ നിന്ന് ഈ മിൽക്ക് പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് ഈ പോയിസണിങ് ഉണ്ടാകാം. അപ്പൊ ഈ കൂടുതൽ ഏതൊക്കെ ഭക്ഷണങ്ങളിൽ നിന്നാണ്? സാലഡ്, കസ്റ്റാർഡ്, പിന്നെ മിൽക്ക് പ്രോഡക്ട്സ്, ഇതെല്ലാം വഴിയാണ്. ഇതിലെല്ലാം ചിലപ്പോൾ സ്റ്റഫൈലോകോക്ക ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ ഇൻഫെക്ഷൻ കിട്ടാം. അപ്പൊ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത് നമ്മുടെ സാൽമോണല്ല ഫുഡ് പോയിസണിങ് പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഉണ്ടാക്കുന്ന ഓർഗാനിസം സ്റ്റഫൈലോകോക്കസ് ഓറിയസ് അവരെന്തുണ്ടാക്കും? കുറെ എൻഡറോടോക്സിനുകൾ ഉണ്ടാക്കും അല്ലെ. 5 കണ്ടുപിടിച്ചിട്ടുണ്ട്. 6ാമത്തത് 35 to 37 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്? അവരെവിടെയാ കാണുന്നത്? സ്കിന്ന്, നോസ്, ത്രോട്ട് ഓഫ് മെൻ ആൻഡ് ആനിമൽസ്, കോമൺ ഏജന്റ് ഓഫ് ബോയിൽ, പയോജനിക് ഇൻഫെക്ഷൻസ്, പിന്നെ മാസ്റ്റൈറ്റിസ് ഉള്ള കവിന്റെ മിൽക്ക് പ്രോഡക്ട്സോ കഴിച്ചാൽ നമുക്ക് അസുഖം വരാം. സാലഡ്, കസ്റ്റാർഡ്, മിൽക്ക് പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് ഏത് വരുന്നത്? ഈ പോയിസണിങ്. ഏതാ? സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയിസണിങ്. സാലഡ്, കസ്റ്റാർഡ്, മിൽക്ക് പ്രോഡക്ട്സ് ഇതെല്ലാം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതില് സ്റ്റഫൈലോകോക്ക വഴി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഈ അസുഖം ഉണ്ടാവാം.
ഇനി ഇൻക്യുബേഷൻ പീരീഡ് എന്താണെന്നറിയോ? കുറവാണ്. നമ്മൾ നേരത്തെ സാൽമണല്ല ഇൻക്യുബേഷൻ പീരീഡ് നോട്ട് ചെയ്ത് വെക്കണേ. സാൽമണല്ല ഫുഡ് പോയ്സണിങ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എത്രയാ പറഞ്ഞത്? 12 മുതൽ 24 മണിക്കൂറാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മൾ നോക്കിയേ, സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്ങിൽ എത്രയാ നോക്കിയേ? 1 മുതൽ 8 മണിക്കൂർ വരെ. കുറച്ചാണല്ലേ. കാരണം എന്താണ്? ഓൾറെഡി ടോക്സിൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ, ഒരു പ്രീഫോംഡ് ടോക്സിൻ വഴികയല്ലേ. അപ്പൊ പെട്ടെന്ന് സിംറ്റം ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഒരു മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇൻക്യുബേഷൻ കുറവാണ്. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ പ്രീഫോംഡ് ടോക്സിൻ. ഓക്കെ, പോയി ആക്ട് ചെയ്യേണ്ടല്ലോ ഓർഗാനിസം ഒരു ടോക്സിൻ ഉണ്ടാക്കുന്നു, ആ ടോക്സിൻ ഡയറക്റ്റ് ആയിട്ട് ഇഫക്റ്റുകൾ തരുന്നു. ഇത് എങ്ങനെയാ നോക്കാം? നമ്മളെ ഫുഡ് പോയ്സണിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ്, ഓൾറെഡി നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ, ബാക്ടീരിയ ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ടോക്സിൻ നമ്മുടെ ഉള്ളിൽ കയറി. ഓക്കെ, അപ്പൊ ഫുഡിൽ ബാക്ടീരിയ വന്നിരിക്കുന്നു, ഈ ബാക്ടീരിയ ടോക്സിൻ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ടോക്സിൻ ഫുഡിൽ ഓൾറെഡി ഉണ്ട്, അത് ഫുഡിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് കയറി. ഈ ടോക്സിൻ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ ടോക്സിൻ എന്താണ്? ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ ഭക്ഷണം ചൂടാക്കിയെങ്കിലും എന്താണ്, ഈ ഓർഗാനിസം ചിലപ്പോൾ ചത്തുപോയാലും ശരി, ഈ ഓർഗാനിസം ഉണ്ടാക്കിയ ടോക്സിൻ ഒന്നും നശിക്കില്ല. അപ്പൊ ഈ എന്താണ്, ഈ ഇമ്പോർട്ടന്റ് ആണ്, ഈ ടോക്സിൻ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ഏതാണ്? നമ്മുടെ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിംഗ് നമ്മൾ പറഞ്ഞു എൻഡറോ ടോക്സിൻ ഉണ്ടാക്കുന്നു. അപ്പൊ ആ ടോക്സിനെ ചൂടാക്കിയാലൊന്നും നശിച്ചു പോവോ? ഇല്ല, ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ ഓർഗാനിസം നശിച്ചാലും ഈ ടോക്സിൻ നശിക്കില്ല. ഈ ടോക്സിൻസ് എന്താ ചെയ്യാന്നറിയോ? ഈ ടോക്സിൻ നമ്മുടെ ബോഡിയിൽ കയറി. അപ്പൊ നമുക്ക് എന്താണ്, ഈ ബാക്ടീരിയ ഫുഡിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൽ വെച്ച് തന്നെ ബാക്ടീരിയ ടോക്സിൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ടോക്സിൻ നേരെ എന്ത് ചെയ്യും? എവിടെ പോയി ആക്ട് ചെയ്യും? ഇൻഡസ്റ്റൈനിലും CNS-ലും. എവിടെയൊക്കെയാണ്? ഇൻഡസ്റ്റൈനിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൽനെസ് ബിക്കം എന്തൊക്കെയാ വരുന്നത്? ഒരു വൊമിറ്റിംഗ് വരും, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഛർദില്, വയറുവേദന, വയറിളക്കമൊക്കെ വരും അല്ലെ. ഡയറിയ, അബ്ഡോമിനൽ ക്രാമ്പ്, ഡയറിയ ആൻഡ് വൊമിറ്റിംഗ്. സിവിയർ കേസസിൽ എന്താണ്? ബ്ലഡും മ്യൂക്കസും ഒക്കെ വരും. സ്റ്റൂളിൽ ചിലപ്പോൾ ബ്ലഡും മ്യൂക്കസും ഒക്കെ കാണാം. അൺലൈക്ക് സാൽമോണല്ല ഫുഡ് പോയ്സണിങ്, ഇതിലെ വ്യത്യാസം എന്താണെന്നറിയാം. നമ്മൾ നേരത്തെ ഒരു വ്യത്യാസം പറഞ്ഞു, ഇൻക്യുബേഷൻ പീരീഡ് അവിടെ സാൽമണല്ല ഫുഡ് പോയ്സണിംഗിൽ 12 മുതൽ 24 മണിക്കൂറാണ്. സ്റ്റഫൈലോകോക്കൽ വെറും 1 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് അല്ലെ. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ? സാൽമണല്ല പോലെയല്ല, സ്റ്റഫൈലോകോക്കൽ അങ്ങനെ പനി ഉണ്ടാവുന്നില്ല കേട്ടോ. ഇവിടെ അങ്ങനെ പനി കാണുന്നില്ല. പനി കൂടുതൽ കാണുന്നത് എവിടെയാ? സാൽമണല്ലയിലാണ്. സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങിലാണ് നമ്മൾ ഫീവർ കാണുന്നത് കേട്ടോ. ഇവിടെ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ അവിടെ ടോക്സിൻ നേരത്തെ ഉണ്ടായിരിക്കുകയാണ്. ഈ ടോക്സിൻ ഡയറക്റ്റ് ആയിട്ട് എന്താ ഉണ്ടാക്കുന്നത്? പെട്ടെന്ന് ഭയങ്കര ഛർദില്, വയറുവേദന, ഡയറിയ, ഇങ്ങനത്തെ സിംറ്റംസ് ആണ് കാണുന്നത്. ഫീവർ വരുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അങ്ങനെ മരണം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. നേരത്തെ 1% പറഞ്ഞോളൂ, ഇവിടെയും ഡെത്ത് അൺകോമൺ ആണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ 2 എണ്ണം ഇപ്പൊ പഠിച്ചല്ലേ. നമ്മൾ ഒന്ന് പഠിച്ചത് സാൽമോണല്ല ഫുഡ് പോയ്സണിങ്, പിന്നെ നമ്മൾ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് പഠിച്ചു. സാൽമോണല്ല ഫുഡ് പോയ്സണിങ് അല്ലെ, അതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ എത്രയാണ്? 12 to 24 hours ആണ് ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞത്. ഇവിടെ 1 to 8 hours ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞു. ഇവിടെ ഫീവർ കോമൺ ആണ്. ഇവിടെ അങ്ങനെ ഫീവർ കാണുന്നില്ല, ജസ്റ്റ് വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് എന്താണ്, അബ്ഡോമിനൽ ക്രാമ്പുകളാണ് കാണുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ സ്റ്റഫൈലോകോക്കൽ ഓറിയസ്, അപ്പൊ ഇത് എന്താ ഉണ്ടാക്കുന്നത്? ഒരു എൻഡറോ ടോക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പ്രീഫോംഡ് ടോക്സിൻ വഴി ആയതുകൊണ്ടാണ് ഇൻക്യുബേഷൻ. നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഇൻക്യുബേഷൻ പീരീഡ് ഈസ് ഷോർട്ട് ഇൻ കേസ് ഓഫ് സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? ബിക്കോസ് ഓഫ് ദ പ്രീഫോംഡ് ടോക്സിൻ ഇൻ ദ ഫുഡ്. ഓക്കെ, അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ്, ബി ഈസ് റോങ്. അപ്പൊ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു എന്തൊരു സംഭവം പഠിക്കുമ്പോഴും അതിന്റെ റീസൺ പഠിക്കുക, എന്തുകൊണ്ടായിരിക്കും. അപ്പൊ അത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. വെറുതെ കാണാതെ പഠിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ മാറിയ PSC രീതികൾക്കൊപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ഏതൊരു ഡിസീസിനെ പറ്റി, ഡിസീസ് പോട്ടെ, ഏതൊരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചാലും ആധികാരികമായിട്ട് അത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് അത് റീസണും അസോഷൻ ടൈപ്പും എല്ലാ രീതിയിലും നമ്മൾ അത് പഠിക്കുക. നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളൊരു ടോപ്പിക് പഠിച്ചതിന് ശേഷം പരമാവധി MCQs നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ പരമാവധി MCQs ചെയ്ത് വേണം പഠിക്കാൻ.
ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ടോപ്പിക് ആയിക്കോട്ടെ എല്ലാം പഠിച്ചതിന് ശേഷം MCQ ചെയ്യാം, മോഡൽ എക്സാം ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക് പഠിച്ചാലും ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് മാക്സിമം MCQs ചെയ്താൽ നമുക്ക് ആ ഒരു ടോപ്പിക് തറവാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റഫൈലോകോക്കലിന്റെ ഇൻക്യുബേഷൻ പീരീഡ് കുറവാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക അത് എന്തുകൊണ്ട് കുറവായി? എന്തുകൊണ്ട് കുറവായി? കാരണം അവിടെ ബാക്ടീരിയ ഒരു ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ടോക്സിൻ ഫുഡിൽ ഓൾറെഡി ഉണ്ടായിരിക്കുകയാണ്. അത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സിംറ്റംസ് ഉണ്ടാവുന്നു അല്ലെ, അതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻക്യുബേഷൻ പീരീഡ് ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ്? അതിന്റെ റീസൺ എന്താണ്? അതിന്റെ റീസൺ ഈ ടോക്സിൻ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോൾ നല്ല നമ്മൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാം അല്ലെ. അപ്പോൾ സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങിലാണെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് കൂടുതലാണ്. പിന്നെ അവിടെ ഫീവർ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ കുറവാണ്. അതിന് എന്താണ് കാരണം എന്നും നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇപ്പൊ 2 ടൈപ്പ് പറഞ്ഞു അല്ലെ. ബാക്ടീരിയലിന്റെ നമ്മൾ സാൽമണല്ല ഫുഡ് പോയ്സണിങ്ങും പഠിച്ചു, സ്റ്റഫൈലോകോക്കലും പഠിച്ചു. ഇനി നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബോട്ടുലിസം സ്ഥിരമായിട്ട് PYQ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണുള്ളതാണ്. ഇതൊരു സീരിയസ് ആണ്, പക്ഷെ റെയർ ആണ്. കിൽസ് 2/3 ഓഫ് ഇറ്റ്സ് വിക്ടിംസ്. കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ ഇതിന്. എന്താണെന്നറിയോ? ഇവിടെയും ശരിക്കും എന്താണ്? എക്സോടോക്സിൻ ആണ്. ഇനി നമ്മൾ ഏതാ പഠിക്കുന്നത്? ബോട്ടുലിസം. ഈ ബോട്ടുലിസവും എന്താണ്? എക്സോടോക്സിൻ വഴിയാണ് കേട്ടോ, ടോക്സിൻ വഴിയാണ്. അത് തന്നെ ഏതാണ്? ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ജനറലി ടൈപ്പ് ABE. ഈ 3 ടൈപ്പ് ഓർഗാനിസം, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം അല്ലെ, ഇവിടെ സാൽമോണല്ല എന്ന് പറയുന്ന ഓർഗാനിസം, ഇവിടെ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ബോട്ടുലിസം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, അതിൽ തന്നെ AB or E. അപ്പൊ ഇവരെന്താ ഉണ്ടാക്കുന്നത്? എക്സോടോക്സിനുകൾ ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ എൻഡറോടോക്സിൻ എന്ന് പറഞ്ഞല്ലേ, അപ്പൊ ഇവിടെ എക്സോടോക്സിൻ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ ഇവിടുത്തെ റിയാക്ഷൻ എന്നറിയോ? ഇത് കുറച്ചുകൂടെ സീരിയസ് ആണ് കേട്ടോ, കാരണം ന്യൂറോളജിക്കൽ ഇതാണ്, CNS-നെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സീരിയസ് ആണ്. ഇത് എവിടെ നിന്നാ വരിക നോക്കിയേ? ദ ഓർഗാനിസം ഇസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സോയിൽ, ഡസ്റ്റ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ഓഫ് ആനിമൽസ്. ഓക്കെ, ഈ ഓർഗാനിസം ഇല്ലേ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ഇത് സോയിലിൽ ഉണ്ടാകാം, ഡസ്റ്റിൽ ഉണ്ടാകാം, ആനിമൽസിന്റെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാകാം. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫുഡിലോട്ട് കയറുന്നത് സ്പോറുകളായിട്ടാണ്. ക്ലോസ്ട്രീഡിയ ഇത് ഏതായിരുന്നു? നമ്മുടെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനോ അല്ലെ, അത് സ്പോറുകളായിട്ടാണ് നമ്മുടെ ഫുഡിൽ കയറുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. സ്പോറുകളായിട്ടാണ് ഫുഡിൽ കയറുന്നത്. അപ്പൊ ഫുഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി റെസ്പോൺസിബിൾ ഫോർ ബോട്ടുലിസം. ഈ ബോട്ടുലിസം ഉണ്ടാക്കുന്നത് അപ്പൊ സ്പോർ വഴിയാണ് ഉള്ളിൽ കയറുന്നത്. ഇനി നമ്മുടെ ഏതൊക്കെ ഫുഡിലൂടെയാണ്? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ ഫുഡിലൂടെയാണെന്ന്. സാൽമണലോസിസ് എന്ന് പറഞ്ഞപ്പോ എന്താണത് ആദ്യം പറഞ്ഞത്? അതെന്തായിരുന്നു? നമ്മുടെ സൂണോട്ടിക് ആണ്. അപ്പൊ ആ ഒരു മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, മിൽക്ക്, എഗ് പ്രോഡക്ട്സ് ഒക്കെ പറഞ്ഞു അല്ലെ. നമ്മുടെ സ്റ്റഫൈലോകോക്കലിൽ നമ്മൾ ഏതൊക്കെ ഫുഡിലൂടെയാന്ന് പറഞ്ഞു. ഓക്കെ, സാലഡ്, മിൽക്ക് പ്രോഡക്ട്സും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് അതുപോലെ എന്താണെന്നറിയോ? ഈ ബോട്ടുലിസം ഉണ്ടാക്കുന്ന ഫുഡുകൾ നോക്കിയേ, ഹോം പ്രിസർവ്ഡ് ഫുഡ്, അതായത് ഹോം ക്യാൻഡ്, നമ്മൾ ക്യാനിലൊക്കെ ഇട്ട് കുറെ നാൾ സൂക്ഷിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ വെജിറ്റബിൾസ്. പിന്നെ നമ്മൾ ഇതെല്ലാം വെച്ചിരിക്കില്ലേ, ക്യാരറ്റും ഇതെല്ലാം നമ്മൾ ക്യാൻ ചെയ്ത് വെച്ചിരിക്കും. അത് അല്ലെങ്കിൽ സ്മോക്ഡ് അല്ലെങ്കിൽ പിക്കിൾഡ് ഫിഷ്, അച്ചാറിട്ട ഫിഷ്, അങ്ങനത്തെ സംഭവങ്ങളില്. പിന്നെ ഹോം മെയ്ഡ് ചീസ്, അതുപോലെയുള്ള ലോ ആസിഡ് ഫുഡുകൾ. ഓക്കെ, ഇത് എവിടെന്നാ പേര് കിട്ടിയെന്നറിയാമോ? ബോട്ടുലസ്. അത് ചോദിച്ചതാണ്. ബോട്ടുലസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്. ബോട്ടുലസ് എന്താണ്? ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? സോസേജ് എന്നാണ്. അപ്പൊ ഇതിന്റെ പേര്, ഈ ബോട്ടുലിസം എന്ന് പറഞ്ഞ പേര് കിട്ടിയത് ഒരു ലാറ്റിൻ വേർഡ് എന്ന് ഓർക്കുക. ഏതാണ്? ബോട്ടുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോസേജ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് സ്മോക്ഡ് ഫിഷ് അല്ലെങ്കിൽ പിക്കിൾഡ് ഫിഷ്, ഹോം മെയ്ഡ് ചീസ്, പിന്നെ എന്താണ്? ഹോം ക്യാൻഡ് വെജിറ്റബിൾസ്, അങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളില്ലേ, അതിൽ നിന്നാണ് കൂടുതൽ എന്ത് വരുന്നത്? ഈ ബോട്ടുലിസം വരുന്നത്. ഏത് ഓർഗാനിസം? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. അവരെന്തുണ്ടാക്കുന്നു? എക്സോടോക്സിനുകൾ. അത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം തന്നെ, ടൈപ്പ് ABE. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്തായിരുന്നു? ഫുഡിൽ കയറുന്നത് എങ്ങനെയാണ്? സ്പോറിലൂടെയാണ്. ദേ എൻറ്റർ ദ ഫുഡ് ആസ് സ്പോർ. അടുത്തത് ഇൻക്യുബേഷൻ പീരീഡ് നോക്കാം. 18 മുതൽ 36 മണിക്കൂറാണ് കേട്ടോ. എത്രയാണ്? 18 മുതൽ 36 മണിക്കൂർ വരെ. അപ്പൊ നമുക്ക് നമ്മളിപ്പോ പഠിച്ച സാൽമൊണല്ല ഫുഡ് പോയ്സണിങ്, അതിന് എത്രയായിരുന്നു?
12 to 24 hours ആയിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയിസണിങ്, അതിന് എത്രയായിരുന്നു? 1 മുതൽ 8 മണിക്കൂർ വരെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ബോട്ടുലിസം പഠിച്ചല്ലേ, ബോട്ടുലിസത്തിന് എത്രയാണ്? 18 to 36 hours. നോട്ട് ചെയ്ത് വെക്കണേ ഇൻക്യുബേഷൻ പീരീഡുകൾ. ഇനി എങ്ങനെയാ നോക്കിയേ, ഈ ടോക്സിൻ നമ്മൾ എക്സോടോക്സിൻ ഓൾറെഡി ഭക്ഷണത്തിൽ ഉണ്ടായി അല്ലെ, അണ്ടർ സ്യൂട്ടബിൾ അനേറോബിക് കണ്ടീഷൻസിൽ ഇത് ഫുഡിലുണ്ടായി. ഈ ബാക്ടീരിയ ഭക്ഷണത്തിലുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ചില അനേറോബിക്, ഓക്സിജൻ ഒന്നും വേണ്ട, ഓക്സിജൻ വേണ്ടാത്ത അനേറോബിക് കണ്ടീഷൻസിൽ അത് എക്സോടോക്സിൻ ഉണ്ടാക്കുവേ. ഈ എക്സോടോക്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ആക്ട്സ് ഓൺ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഇമ്പോർട്ടന്റ് എന്താ? ഇത് എവിടെ ആക്ട് ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ്. അതാണ് ബാക്കി എല്ലാത്തിനേക്കാളും വ്യത്യാസം. വേറെ എല്ലാ ഫുഡ് പോയിസണിനെക്കാളും ഇതിനുള്ള പ്രത്യേകത എന്താണ്? ഇതിൽ കൂടുതൽ നെർവസ് സിംറ്റംസ് ആണ് കേട്ടോ, അല്ലാതെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് റെയർ ആണ്. അപ്പൊ ബോട്ടുലിസം എന്ന് കേട്ടാൽ എന്തുകൊണ്ടാണ് നമ്മൾ സീരിയസ്? അപ്പൊ അതൊരു റീസൺ അല്ലേ. ബോട്ടുലിസം എന്തുകൊണ്ട് സീരിയസ്? കാരണം ഇവിടെ നെർവസ് സിംറ്റംസ് ആണ് കൂടുതൽ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് റെയർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് സാൽമണല്ല ഫുഡ് പോയിസണിങ് പറഞ്ഞു, അവിടെയാണ് നമ്മൾ ഫീവർ കൂടുതൽ വരുന്നത് അല്ലെ. ഇവിടെ അങ്ങനെ ഫീവർ വരുന്നില്ല. ഇവിടെ നേരെ എന്താണ്? വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ ക്രാമ്പ. നമ്മുടെ ഇവിടെ വന്നപ്പോ എന്താണ്? കൂടുതലും നെർവസ് സിംറ്റംസ് ആണ് അല്ലെ. നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് എന്താണ്? റെയർ ആണ്. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മളിപ്പോ 3 ടൈപ്പ് ഫുഡ് പോയിസണിങ് പഠിച്ചു. അപ്പൊ അത് ഒരു ടേബിൾ പോലെ വരച്ച് കമ്പയർ ചെയ്ത് അത് നമ്മൾ ബുക്കിൽ വരച്ചു വെക്കുക. അപ്പൊ നമുക്ക് എക്സാം സമയത്ത് റിവിഷന് സഹായിക്കും. അപ്പൊ ഓരോന്നും നമ്മൾ ടേബിൾ പോലെ വരച്ചു വെക്കുക. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് സാൽമണല്ലയുടേത് 12 to 24 hours, സ്റ്റഫൈലോകോക്കൽ 1 to 8 hours, ബോട്ടുലിസം 18 to 36 hours. പിന്നെ ഇത് സീരിയസ് ആന്ന് പറഞ്ഞ എന്തുകൊണ്ടാ ബോട്ടുലിസം സീരിയസ്? എന്താണ്? നെർവസ് സിംറ്റംസ് കൂടുതലാണ് അല്ലെ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് വളരെ കുറവാണ്. എവിടെയാ ആക്ട് ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ചോദിച്ചതാണ്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ്. ഇനി അപ്പൊ എന്തൊക്കെ സിംറ്റംസ് ആ ഉണ്ടാവുന്നത് നോക്കിയേ. നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ് അല്ലെ. അപ്പൊ നെർവസ് സിസ്റ്റത്തിലാണ് അഫെക്ഷൻ. GIT-യിൽ അഫെക്ഷൻസ് കുറവാണ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റില്. സിംറ്റംസ് നോക്കാം. ഡിസ്ഫേജിയ, ഡിപ്ലോപ്പിയ, ടോസിസ്, ഡിസ്ആർത്രിയ, ബ്ലറിംഗ് ഓഫ് വിഷൻ, മസിൽ വീക്ക്നെസ്, ക്വാഡ്രിപ്ലീജിയ. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ബോട്ടുലിസത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിസ്ഫേജിയ, ഡിസ് എന്ന് പറയുന്ന ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. അപ്പൊ ഡിസ്ഫേജിയ എന്താണ്? ഡിസ്ഫേജിയ അതാ സ്വാളോയിങ്ങിനുള്ള ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ്, ഡിസ്ഫേജിയ. ഡിപ്ലോപ്പിയ, ഡിസ്ആർത്രിയ, ടോസിസ്. പിന്നെ എന്താണ്? കണ്ണിന് ബുദ്ധിമുട്ടുകൾ കേട്ടോ, കണ്ണിന് ഇങ്ങനെ ടോസിസ് വരാം. പിന്നെ എന്താണ്? ബ്ലർഡ് വിഷൻ, മസിലൊക്കെ വീക്ക് ആവാം. അതുപോലെ ജോയിന്റ്സിൽ ഡിഫിക്കൽട്ടി, ജോയിന്റ്സിനും ജോയിന്റ് മൂവ്മെന്റിന് ഡിഫിക്കൽട്ടി, ക്വാഡ്രിപ്ലീജിയ. ഇങ്ങനത്തെ കുറച്ച് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ. അപ്പൊ എന്താണ്? ബോട്ടുലിസം. ഈ ബോട്ടുലിസത്തിന് അഫെക്ഷൻ എവിടെയാ കൂടുതൽ വരുന്നത്? നോട്ട് ചെയ്ത് വെക്കണേ, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ ആണോ? ഇവിടെയും ഫീവർ വളരെ കുറവാണ്. അപ്പൊ പനി ഉണ്ടാവുന്ന ഒരേ ഒരു സ്ഥലേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലെ. ഏതാണ്? സാൽമണല്ല ഫുഡ് പോയിസണിംഗിൽ മാത്രം. ബാക്കി സ്റ്റഫൈലോകോക്കലിലും റെയർ ആണ്, ഇവിടെയും കുറവാണ്. ആൻഡ് ദ കോൺഷ്യസ്നെസ് ഈസ് റീറ്റെയിൻഡ്, കോൺഷ്യസ് ആയിരിക്കും. ദ കണ്ടീഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഫേറ്റൽ, ഡെത്ത് ഒക്കറിംഗ് 4 to 8 days later ഡ്യൂ ടു. പിന്നെ എന്താണ്? ഇവിടെ മറ്റത് നമ്മൾ നേരത്തെ രണ്ടിടത്തും അങ്ങനെ മരിക്കുകയൊന്നും ഇല്ല എന്ന് പറഞ്ഞ അല്ലെ. സാൽമണല്ലയിൽ ആകെ ഒരു 1%, പിന്നെ അതുപോലെ സ്റ്റഫൈലോകോക്കൽ അൺകോമൺ ആന്ന് പറഞ്ഞ ഡെത്ത്. പക്ഷെ ഇവിടെ മരിക്കാം. എന്താണ്? കാരണം നെർവസ് സിസ്റ്റം അഫെക്ഷൻ ആണ്. അത് കൂടാതെ എന്താണെന്നറിയോ, അത് കഴിഞ്ഞ് ഒരു 4 മുതൽ 8 ദിവസത്തിന് ശേഷം ചിലപ്പോ റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കാം. അപ്പൊ ഇവിടെ മരണം സംഭവിക്കാം. ഈ ബോട്ടുലിസം വഴി മരണം സംഭവിക്കാം. ബോട്ടുലിസം ഉണ്ടാക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാ? ഹോം പ്രിസർവ്ഡ് ഫുഡ് അല്ലെ. ഈ പിക്കിൾഡ് ഫിഷ്, സ്മോക്ഡ് ഫിഷ്, അങ്ങനെ ഹോം പ്രിസർവ്ഡ് ആയിട്ടുള്ള ക്യാൻഡ് വെജിറ്റബിൾസ്, ഇങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചീസ്. അപ്പൊ അതെല്ലാം കഴിച്ചാൽ നമുക്കൊരു അത് കറക്റ്റ് ആ ഓർഗാനിസം ഉണ്ട് ടോക്സിൻ ഉണ്ടാക്കിയെങ്കിൽ നേരെ ആ ഓർഗാനിസം ഉണ്ടാക്കിയ ടോക്സിൻ എവിടെ ആക്ട് ചെയ്യും? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്ത് എന്തൊക്കെ സിംറ്റംസ് ആ? ഡിസ്ഫേജിയ, ഡിപ്ലോപ്പിയ, ഡിസാർത്രിയ, ബ്ലർഡ് വിഷൻ, ക്വാഡ്രിപ്ലേജിയ, ഇങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ടാക്കും. അത് ഭയങ്കര ഫേറ്റൽ ആണ്, സീരിയസ് ആണ്. പിന്നെ എന്താണ്? അതിനുശേഷം ഒരു 4 മുതൽ 8 ദിവസത്തിന് ശേഷം എന്താ? റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചു പോകാം.
ഓക്കെ ആണോ? ഇനി the patients who recover do not develop antitoxin in the blood since the toxin is thermolabile. പക്ഷെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? ഈ ടോക്സിൻ എന്ന് പറയുന്നത് തെർമോലബൈൽ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് ചൂടാക്കിയാലേ, ഭക്ഷണം ഒന്ന് ചൂടാക്കി ഒരു 100°C കുറച്ചു നേരത്തേക്ക് ചൂടാക്കി കഴിഞ്ഞാല് സേഫ് ആണ്, ഈ ടോക്സിൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ ഒരു 100°C ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടോക്സിൻ മരിച്ചു പോകും. ഈ ടോക്സിൻ തെർമോലബൈലാണ്. അപ്പൊ ഈ ടോക്സിൻ വളരെയധികം ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിയിലെങ്കിലും നമുക്ക് അത് നല്ലവണ്ണം ചൂടാക്കിയാൽ അതിനെ കൊന്നുകളയാൻ പറ്റും, അല്ലെ അതിനെ നശിപ്പിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ടോക്സിൻ എന്ന് പറഞ്ഞാൽ തെർമോലബൈലാണ്. നമ്മൾ ഒരു 100°C ഒരു ഫ്യൂ മിനിറ്റ്സ് ചൂടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം സേഫ് ഫോർ കൺസംപ്ഷൻ. ഇനി ബോട്ടിലിസം ഒക്കെ, ഇനി കുട്ടികളിൽ ഉണ്ടാവുന്ന ബോട്ടിലിസത്തിന് എന്താ പറയുന്നത്? കുട്ടികളിൽ ഉണ്ടായി അതിനെന്താണെന്നറിയോ? ഇൻഫന്റ് ബോട്ടിലിസം. എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓഫ് എ ഗട്ട്, കുട്ടിയുടെ ഗട്ടിലെ intestine by Clostridium botulinum with subsequent in vivo production of toxin. Okay, അപ്പൊ ഇൻഫന്റ് ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളിൽ കാണുന്ന ബോട്ടുലിസത്തിനെയാണ്. അത് അറിയാം, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം വഴിയാണ് അതിന്റെ ടോക്സിൻ നമ്മൾ ഉള്ളിലെത്തുമ്പോഴാണ്. ഇനി നമുക്ക് എന്താണ് ഇത് തടയാനായിട്ട്? നമ്മൾ ഇത് പ്രൊഫൈലാക്സിസ്, ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് കൊടുക്കാം? ആന്റിടോക്സിൻ, അല്ലെ? നമ്മൾ ആന്റിടോക്സിൻ പഠിച്ചിട്ടില്ലേ? ആന്റിടോക്സിൻ ഓർ ആന്റിസീറ. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇമ്മ്യൂണൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ഇമ്മ്യൂണൈസിങ് ഏജന്റ്സിൽ പഠിച്ചിരുന്നപ്പോൾ വാക്സിൻ ഒരു ഇമ്മ്യൂണൈസിങ് ഏജന്റ് ആണ്. പിന്നെന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ, പിന്നെന്താണ്? ആന്റിസീറ അല്ലെങ്കിൽ ആന്റിടോക്സിൻ. ഇങ്ങനെ 3 ഇമ്മ്യൂണൈസിങ് ഏജന്റുകൾ നമ്മൾ പഠിച്ചിരുന്നില്ലേ? ഇമ്മ്യൂണൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇമ്മ്യൂണൈസേഷൻ, നമുക്ക് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൊടുത്ത് അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ ഈ ബോട്ടുലിസം തടയാൻ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ബോട്ടുലിസം വരാതിരിക്കാനായിട്ട്, പ്രിവെന്റ് ചെയ്യാനായിട്ട്, നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെ? അപ്പൊ വരാതിരിക്കാൻ നമുക്ക് എന്ത് കൊടുക്കാം? കാരണം ഇത് ടോക്സിനിലൂടെയല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ആന്റി ടോക്സിൻ കൊടുത്താൽ മതി. ടോക്സിനുകളിലൂടെയല്ലേ ഈ അസുഖം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, എക്സോടോക്സിനിലൂടെയാണല്ലോ. അപ്പൊ ആന്റി ടോക്സിൻ കൊടുക്കാം. അപ്പൊ ആന്റി ടോക്സിൻ വെച്ചാണ് നമ്മൾ ഇത് പ്രൊഫൈലാക്സിസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കേസ് ബോട്ടുലിസം ഉണ്ടായി എന്ന് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു കേസ് നമ്മൾ കണ്ടു, ഇപ്പൊ ഒരു കേസ് ബോട്ടുലിസം കണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും എന്ത് കൊടുക്കും? ആന്റി ടോക്സിൻ കൊടുക്കും ടു ഓൾ ഇൻഡിവിജ്വൽസ് പാർട്ടേക്കിംഗ് ദ ഫുഡ്. ഡോസ് വേരീസ് ഫ്രം 50,000 to 1 lakh യൂണിറ്റ്സ് IV ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു കേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവർക്കും എന്താ കൊടുക്കുന്നത്? ആന്റി ടോക്സിൻ അങ്ങ് കൊടുക്കും. അപ്പൊ ആന്റി ടോക്സിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രൊഫൈലാക്സിസ് ആയിട്ട്. ഇത് തടയാനായിട്ട്, കാരണം ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെ? നെർവസ് അഫക്ഷൻ അല്ലെ? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെയൊക്കെ ബാധിച്ച് പിന്നെ നമുക്ക് ചിലപ്പോൾ റെസ്പിറേറ്ററി കാർഡിയാക് അറസ്റ്റ് ഒക്കെ സംഭവിക്കാം. അപ്പൊ അത് തടയാനായിട്ട് ആന്റി ടോക്സിൻ കൊടുക്കാം. ഓക്കെ, ആന്റിടോക്സിൻ വിൽ ബി ഓഫ് നോ അവൈൽ. ഇനിയിപ്പോ ഓൾറെഡി ഇപ്പൊ ടോക്സിൻ നെർവസ് അഫക്ഷൻ ആക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ ആന്റിടോക്സിൻ കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ. ഇപ്പൊ ടോക്സിൻ നേരെ പോയി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഓൾറെഡി അഫക്ട് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ ആന്റിടോക്സിൻ കൊടുത്താൽ ഒന്നും ഏക്കില്ല. ഇനി ഒരു സംഭവമുള്ള എന്താ നോക്കിയേ? ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. ജസ്റ്റ് നോക്കി വെച്ചോളൂ. ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ് നമുക്ക് ഒരു 15 to 20 milligram per kilogram of body weight നമ്മൾ ഓറലി കൊടുത്തു കഴിഞ്ഞാൽ it can reverse the neuromuscular block of botulism. നമുക്ക് എന്നാലും നമുക്ക് ആന്റിടോക്സിൻ കൊടുത്താൽ നടക്കില്ല. അപ്പൊ നമ്മൾ വേറൊരു മാർഗം കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാണ് ഗ്വാനിഡിൻ. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ് അത് കൊടുക്കാവേ. അത് നമ്മൾ ഒരു പെർ കിലോഗ്രാം ബോഡി വെയിറ്റിന് 15 മുതൽ 40 മില്ലിഗ്രാം വരെ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ്, അവര് ന്യൂറൽ അഫക്ഷൻ ഉണ്ടായില്ലേ, ഈ ന്യൂറോ മസ്കുലാർ ബ്ലോക്കിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ നല്ല ഗുഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ, ദ ഡ്രഗ് ക്യാൻ ബി യൂസ്ഫുൾ അഡ്ജങ്ക്ട് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ബോട്ടുലിസം. അപ്പൊ നമുക്ക് ബോട്ടുലിസം വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്ന് മനസ്സിലായല്ലേ? കാരണം നമ്മൾ മുന്നേ പഠിച്ചതിലൊക്കെ ജസ്റ്റ് കുറച്ച് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ആയിരുന്നു, അങ്ങനെ മരണത്തിലോട്ടൊന്നും പോവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പഠിച്ചത്. ഇവിടെ ബോട്ടുലിസത്തിന്റെ കേസിൽ എന്താണ്? എക്സോടോക്സിനിലൂടെയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഉണ്ടാക്കുന്ന ടൈപ്പ് ABE ഉണ്ടാക്കുന്ന എക്സോടോക്സിനുകളിലൂടെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ എന്താണ് ബോട്ടുലിസത്തില്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് കുറവാണ്, പക്ഷേ നെർവസ് അഫക്ഷൻ ആ കൂടുതല്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ അങ്ങ് അഫക്ട് ചെയ്ത് കളയും. പിന്നെ നമുക്ക് ആന്റിടോക്സിൻ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാം. അഥവാ നെർവസ് സിസ്റ്റത്തിൽ അഫക്ട് ചെയ്ത് പോയോണ്ടേ പിന്നെ ആന്റിടോക്സിൻ കൊടുത്തിട്ടും ആക്ഷൻ ഇല്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും നമുക്ക് ഇത് തടയണമല്ലോ. ഇപ്പൊ നമ്മള് ബോട്ടുലിസത്തിന്റെ സിംറ്റം വന്നെങ്കിൽ, നെർവസ് എഫക്ഷൻ വന്നു, അത് റിവേഴ്സ് ചെയ്യാൻ നമ്മൾ വേറൊരു സംഭവം കണ്ടുപിടിച്ചു, ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. പഠിച്ചു വെക്കൂ, ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. അതും കൊടുത്ത്, അത് നമ്മൾ ഇത്ര ബോഡി വെയിറ്റിന് 15 മുതൽ 40 മില്ലിഗ്രാം വരെ കൊടുക്കുവേ. അതും കൊടുത്ത് നല്ല രീതിയിൽ ഒരു മെഡിക്കൽ നഴ്സിംഗ് കെയർ ഒക്കെ കൊടുത്താൽ നമുക്ക് ഇത് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാം. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ വിത്ത് ബോട്ടുലിനം ടോക്സോയിഡും ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആന്റി ടോക്സിൻ ചെയ്യാം. അതല്ലാതെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ വിത്ത് ബോട്ടുലിനം ടോക്സോയിഡ്, ബോട്ടുലിനം ടോക്സോയിഡ് വെച്ച് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാം. ആന്റി ടോക്സിൻ കൊടുത്ത് പ്രിഫൈലാക്സിസ് ചെയ്യാം. അല്ലെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഏത് ഫോമില്, ബോട്ടുലിനം ടോക്സോയിഡ്. നമ്മൾ വാക്സിൻ പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, ലൈവ് ഉണ്ട്, കിൽഡ് ഉണ്ട്, അത് പല രീതിയിൽ ടോക്സോയിഡ് ഫോമിലുണ്ട്, കമ്പൈൻഡ് വാക്സിൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ടോക്സോയിഡ്, ബോട്ടുലിനം ടോക്സോയിഡ് എന്ന് പറയുന്ന ഫോമില് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് പ്രിവെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ് നോട്ട് ചെയ്ത് വെക്കൂ. അപ്പൊ നമ്മൾ ബോട്ടുലിസം ആണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 3 എണ്ണം പഠിച്ചു, സാൽമണല്ല ഫുഡ് പോയ്സണിങ്, സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്, പിന്നെ എന്താണ്, ബോട്ടുലിസം പഠിച്ചു. അപ്പൊ അത് 3ന്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇൻക്യുബേഷൻ പീരീഡ് പറയുകയാണെങ്കിൽ സാൽമണല്ല ഫുഡ് പോയ്സണിങ് 12 മുതൽ 24 മണിക്കൂർ വരെ അവിടെ ഫീവർ വരുന്നത് അല്ലെ. അതെന്താണ്, ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. ആനിമൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പൗൾട്രി പ്രോഡക്ട്സിലൂടെ മനുഷ്യന് വരുന്നു ആണല്ലോ. പിന്നെ നമ്മൾ എന്താണ്, സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്, അവിടെ ടോക്സിൻ ഉണ്ടാവുന്നുണ്ട്, എന്ററോടോക്സിൻ. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. കാരണം പ്രീഫോംഡ് ടോക്സിനിലൂടെ അല്ലേ, അപ്പൊ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. അവിടെയും ഫീവർ അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പൊ എന്താണ്, പെട്ടെന്ന് സിംറ്റംസ് അല്ലെ, ഡയറിയ, വോമിറ്റിങ്, അബ്ഡോമിനൽ ക്രാമ്പുകളൊക്കെയാണ് ഉണ്ടാവുന്നത്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്, ബോട്ടുലിസം. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡിസീസ് ആന്ന് പറഞ്ഞു. കാരണം അവിടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് കുറവാണ്. ഏതാ ഉണ്ടാവുന്നത് കൂടുതൽ, എന്താണ് കൂടുതൽ? അതെ, നെർവസ് എഫക്ഷൻ, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ് ആക്ഷൻ വരുന്നത്. ഓക്കെ, അവിടെ എക്സോടോക്സിനിലൂടെയാണ്, ക്ലൂസ്ട്രീഡിയം ബോട്ടുലിനം ടൈപ്പ് A, B, E ഉണ്ടാക്കുന്ന എക്സോടോക്സിനിലൂടെയാണ് ഈ അഫക്ഷനുകൾ വരുന്നത്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആന്റിടോക്സിൻ കൊടുക്കാം, അല്ലെങ്കിൽ ബോട്ടുലിനം ടോക്സോയിഡ് വഴിയുള്ള ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഇനി ഇത് റിവേഴ്സ് ചെയ്യാൻ, ന്യൂറോ മസ്കുലാർ ബ്ലോക്ക് റിവേഴ്സ് ചെയ്യാൻ നമ്മൾ ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ?